കലമ്മയെ കുറിച്ചോർത്ത് ആകാശേട്ടൻ ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോ പുറമെ നിന്ന് കാണുന്നവർക്ക് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ മനസ്സിലെ നന്മ കൊണ്ടാ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നെ. അല്ലായിരുന്നെങ്കിൽ ഞാനിതിനു മുന്നേ ആത്മഹത്യ ചെയ്തേനെ. എന്താ നീ പറഞ്ഞേ? കലയമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചത്ത് കളഞ്ഞേനേന്ന്. എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനും മാത്രം എന്താ സംഭവിച്ചെന്ന് പറ. എടോ, തന്നോടല്ലേ ഞാൻ ഈ ചോദിക്കുന്നേ? താൻ കാര്യം എന്താ വെച്ചാ പറ. അതോ ഞാനിനി അമൃതേച്ചി വിളിച്ച് ചോദിക്കണോ? ഞാനൊരു ദിവസം ശ്യാമളപ്പച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. ഇനി ഒരു പെണ്ണിനോടും നീ ഈ തെമ്മാടിത്തരം കാണിക്കരുത്. ഇവൾ ആരാണെന്ന് നിനക്കറിയാവോ? എന്റെ സ്വന്തം മകൾ. പിറന്നാളാഘോഷം നടത്താൻ തീരുമാനിച്ചത് അപ്പൊ നന്നായി. അതെന്താ ആകാശേട്ടനിപ്പോ അങ്ങനെ പറഞ്ഞേ? ഹേയ്, ഒന്നുമില്ല. പക്ഷേ അഖില ഒരു കാര്യം ചെയ്യണം. ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് നീ തന്നെ സോമനാഥനെ ക്ഷണിക്കണം. എന്തിന്? നല്ലൊരു ദിവസമായിട്ട് അയാൾ ഈ പരിസരത്ത് പോലും കേറ്റാൻ പാടില്ലെന്നാ എന്റെ അഭിപ്രായം. വിളിച്ചു വരുത്തി വിരുന്നൂട്ടാനല്ല ഞാൻ ആളെ ക്ഷണിക്കാൻ പറഞ്ഞത്. പിന്നെ അവൻ നിന്നോട് ചെയ്തതിന്റെ ബാക്കി കണക്ക് എനിക്ക് തീർക്കാനുണ്ട്. എന്റെ പെണ്ണിനെ തൊട്ടവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിക്കണ്ട ആകാശേട്ടൻ. എന്തൊക്കെ പറഞ്ഞാലും അയാൾ നമ്മുടെ അപ്പച്ചിയുടെ ഭർത്താവല്ലേ. ഇങ്ങനെ ഒരു തെമ്മാടിത്തനം കാണിച്ച ബന്ധുവാണെന്നോ പ്രായത്തിന് മൂത്താണോ നോക്കാൻ എന്നെ കിട്ടില്ല. അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. താൻ കൂടുതലൊന്നും ഓർക്കണ്ട. ആരും നിങ്ങളിൽ ഒരാളെയും കുറ്റപ്പെടുത്തില്ല. ആ പാപഭാരം ഞാൻ ഏറ്റെടുത്തോളാം. തീർന്നില്ലേ? ഞാൻ പറഞ്ഞതുപോലെ താൻ ചെയ്താൽ മാത്രം മതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.